ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങും നടന്നു. കുരിശുമരണം വരിക്കുന്നതിനു മുൻപ് യേശു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും കൂദാശ സ്ഥാപിച്ചതിന്റെയും ഓർമ്മദിനം ആചരിക്കുകയാണ് ക്രൈസ്തവർ. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ തിരുകർമ്മങ്ങൾക്ക് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കാൽകഴുകൽ ശുശ്രൂഷകൾ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പാമ്പാടി ദയറായിൽ നടന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം മുളന്തുരുത്തി മാർത്തോമൻ യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൺ മാർ മസേലിയോസ് ജോസഫ് ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചുകളയട്ടെ. പെസഹയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.